ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? 2 ആഴ്ചയ്ക്ക് ശേഷമാണല്ലേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഷ്യൻ കവറാണ്. മുമ്പ് ചെയ്തതുപോലെ തുണിയും ക്രോഷ്യയും വെച്ചിട്ടുള്ള ഒരു കുഷ്യൻ കവർ. ക്രോഷ്യ ഞാൻ ചെയ്തിട്ട് അതിൻ്റെ നടുഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിനു മുന്നേ തുണി നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. 3 പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ക്രോഷ്യ ചെയ്ത് തുടങ്ങാം. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ക്രോഷ്യ ചെയ്ത് തുടങ്ങാം. ആദ്യം കുഷ്യൻ കവറിന് വേണ്ട തുണി ഞാൻ കട്ട് ചെയ്ത് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്രോഷ്യ ഡിസൈൻ ചെയ്തിട്ടാണ് വെക്കുന്നതെന്ന്, ഒരു സ്ക്വയർ ഡിസൈൻ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് യൂസ് ചെയ്യുന്ന നീഡിൽ 4mm ആണ് നീഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് 4 ചെയിൻ ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. അനി സ്ക്വയർ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 4 ചെയിന്. അതിന് ശേഷം ഈ ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാം. അതിനുശേഷം 2 ചെയിന്, 1 2, എന്നിട്ട് ഈ നടുക്കത്തെ ഗ്യാപ്പിലേക്ക് നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ 2 ചെയിൻ ഇട്ടതും ഒരു ഡബിൾ ക്രോഷ്യ 2 എണ്ണം ആയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഇതിന്റെ ഈ റൗണ്ടിലേക്ക് നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ 12 ഡബിൾ ക്രോഷ്യ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ ഉണ്ടല്ലോ, രണ്ടാമത്തെ ചെയിൻ്റെ അകത്ത് നമ്മളത് ക്ലോസ് ചെയ്ത്, ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വൈറ്റ് വെച്ചിട്ടാണ് അടുത്ത് ചെയ്യുന്നത്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബേക്കിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കും. അത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലെയറാണ് ചെയ്യാൻ പോകുന്നത്. അത് വൈറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോ ഡബിൾ ക്രോഷ്യയുടെയും നടുക്കാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഓരോ ഡബിൾ ക്രോഷ്യയുടെയും നടുക്ക്. ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, സ്ലിപ്പ് നോട്ട് ഇട്ട് ഇനി 2 ചെയിന്, 1 2. അതിനുശേഷം അതേ ഗ്യാപ്പിൽ തന്നെ നമുക്ക് 5 ഡബിൾ ക്രോഷ്യാണ് ഈ ഒരു ഗ്യാപ്പിൽ വേണ്ടത്. ഇപ്പൊ ഞാൻ 2 ചെയിൻ ഇട്ടിട്ട് അത് 1 ചെയ്തിട്ടുണ്ട്. ഇനി 4 എണ്ണം കൂടി ഇവിടെ ചെയ്യണം. 2 3 4 5. ഇതാ ഇതും കൂടി ഇപ്പോൾ 1 2 3 4 5 എണ്ണം ആയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ലെങ്ത് കൂട്ടിയിട്ട് ഇവിടെ വെക്കുക. അതിനുശേഷം ഫസ്റ്റ് 2 ചെയിൻ ഇട്ടിട്ടുണ്ടല്ലോ, അതിന്റെ രണ്ടാമത്തെ ചെയിനിലേക്ക് കൂടി ഇതുപോലെ എടുത്ത് ഇവിടത്തേക്ക് ഈ നമ്മൾ വെച്ച ഇതിലേക്ക് എടുത്ത് അത് ബാക്കിലേക്ക് ഇതാ ഇവിടെ ഇതുപോലെ എടുത്ത് അതിനെ നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ അടുത്ത ഒരു ചെയിൻ ഇട്ടതിന് ശേഷം അടുത്ത ഗ്യാപ്പിൽ, അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്ത ഗ്യാപ്പിലാണ് 5 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ ഒരു സ്ഥലത്ത്. ഓക്കെ, ഓക്കെ 5 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ലെങ്ത് കൂട്ടി വെച്ച് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിലേക്ക് കൂടി, ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിലേക്ക് കൂടി ഈ ലാസ്റ്റത്തെ ചെയിനിലേക്ക് ഇട്ട് അത് വലിച്ചിങ്ങനെ എടുക്കുക. അപ്പോൾ 2 എണ്ണം കിട്ടി. ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം അടുത്ത ഗ്യാപ്പിൽ, ഓരോ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിലുമാണ് ചെയ്യുന്നത്. അടുത്ത ഗ്യാപ്പിൽ 5 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റത്തെ ഇതിലേക്ക് കൂടി ഇട്ട് ഇവിടെ എടുത്ത് ഈ ചെയിനിലേക്ക് കൂടി ഇട്ട് അതിനെ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം അടുത്തുള്ള എല്ലാ ഗ്യാപ്പിലും
നമുക്ക് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഞാനിപ്പോൾ ലാസ്റ്റ് 5 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നീട്ടി വെച്ചതിന് ശേഷം ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയിൽ കൂടി ലാസ്റ്റത്തേക്ക് ഇട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു ചെയിന് ഇവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്താണ്. താഴെ ഫസ്റ്റ് ചെയ്ത ഈ ഇതിലുണ്ടല്ലോ, ഇതിൻ്റെ താഴെയാണ് നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത വേറെ കളർ വെച്ചിട്ടാണ്, പേർപ്പിൾ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്വയർ ചെയ്ത് തുടങ്ങാം. നമ്മൾ സ്ക്വയർ ചെയ്ത് തുടങ്ങുന്നത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് ഇവിടെയാണ് ചെയ്ത് തുടങ്ങുന്നത്. ഫസ്റ്റ് ഞാൻ കോർണറാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം 2 ചെയിന്, 1 2, അതിനുശേഷം 1 2, അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം ഒരു ചെയിന്, വീണ്ടും അതേ ഗ്യാപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യുക. 1 2 3. ഓക്കെ, ഇപ്പം കോർണറിലുള്ള സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം അടുത്ത ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു ചെയിന്, ഈ ഗ്യാപ്പിൽ ഇവിടെയും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഇനി അടുത്ത ഗ്യാപ്പിൽ കോർണറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് 6 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. അതാണ് കോർണറിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ കോർണറാണ് ഇത്. ഓക്കെ, 2 3. ഓക്കെ, ഇപ്പൊ അടുത്ത കോർണർ ആയിട്ടുണ്ട്. 1 2. ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഇവിടെയും ഈ ഗ്യാപ്പിലും 2 ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. കോർണർ കഴിഞ്ഞതിന് ശേഷം 2 ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചെയിൻ ഇട്ട് അടുത്ത കോർണർ ഇവിടെ ചെയ്യുന്നതാണ്. 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, അടുത്ത കോർണറും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കോർണർ 1 2 3, മൂന്നാമത്തെ കോർണർ. ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഇവിടെയും 2 ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. കോർണർ കഴിഞ്ഞിട്ട് അടുത്ത 2 ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഒരു ചെയിൻ ഇട്ട് അതിനുശേഷം ഇനി 4ാമത്തെ കോർണർ, അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. അത് ചെയ്യുക. ഒരു ചെയിന്, അടുത്ത 4ാമത്തെ കോർണറും ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഇനി 2 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. 1 2 ഗ്യാപ്പ് മാത്രം. അവിടെയും കൂടി 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് ലാസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ കാണിക്കാൻ. ഓക്കെ, അടുത്ത 2 ഗ്യാപ്പും ചെയ്തതിന് ശേഷം നമ്മൾ കോർണർ, ഫസ്റ്റ് ചെയ്ത കോർണർ ഉണ്ടല്ലോ, അതിന്റെ ഫസ്റ്റ് ചെയ്ത 1 2 രണ്ടാമത്തെ ചെയിനിലേക്ക് നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് ഇത് ഇപ്പോൾ അതിന് കുറച്ച് രണ്ടാമത്തെ ലെയറൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഗ്രാനി സ്ക്വയർ ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, ഇനി അടുത്ത ലെയർ ചെയ്യാം. അടുത്ത ലെയറും ഇനി ഇപ്പം 4 ലെയറാണ് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നത്. ഈ കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഈ ഗ്യാപ്പ് കോർണർ, ഈ ഗ്യാപ്പ് അതിനുവേണ്ടി മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്.
സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇവിടേക്ക് എത്തിക്കുക. എന്നിട്ട് 2 ചെയിൻ, 1 2. അതിനുശേഷം 2 ഡബിൾ ക്രോഷ്യ കോർണറിൽ ചെയ്യുക. 1 2. ഓക്കെ, 1 2. ഇനി 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ഈ കോർണറിൽ തന്നെ ചെയ്യുക. ഇത് ഈസിയാണ്, ഞാൻ മുമ്പ് കാണിച്ചതാണ്. നടുക്കുള്ള ഈ ഒരു പാറ്റേൺ മാത്രമാണ് കാണിക്കാത്തത്. ഫസ്റ്റ് ഞാനൊരു ഗ്രാനി സ്ക്വയർ ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വേറെ ടൈപ്പായിരുന്നു, ഇത് ഫ്ലവർ ടൈപ്പ് വരുന്നതാണ്. ഓക്കെ, ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഇവിടെയും 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 നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. നമുക്ക് എത്രയാണോ വേണ്ടത്, ഗ്രാനി സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ നീളത്തിൽ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇവിടെ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഈ ചെയ്തതുപോലെ ഇവിടെ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. പിന്നെ കോർണർ മാത്രമേ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ 3 ഡബിൾ ക്രോഷ്യ, 2 3. ഇനി ഒരു ചെയിന് വീണ്ടും അടുത്ത ഗ്യാപ്പിൽ 1 2 3. ഒരു ചെയിൻ ഇട്ടതിന് ശേഷം അടുത്ത ഗ്യാപ്പിൽ ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം കോർണർ ചെയ്യുക. കോർണർ 6 എണ്ണം, 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. അതാണ് അടുത്ത ചെയ്യുന്നത്. ഓക്കെ, ഞാനിനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് കാണിക്കാം. ഇതിപ്പോൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാം. ഇനി അടുത്ത ലെയർ. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോർണറിനാണ് തുടങ്ങുന്നത്. യാണ് നമ്മൾ അവിടേക്ക് എത്തിക്കുക. ഓക്കെ, ഇവിടെ ഇനി 2 ചെയിൻ ഇട്ടതിന് ശേഷം 1 2 കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ, 2 3. ഒരു ചെയിന് അതേ ഗ്യാപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യുക. ഇനി ഇത് 4 ലെയറിലും ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. രണ്ട് 3. ഇനി ഒരു ചെയിന് ഈ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ, 3. ഇനി അടുത്ത് വരുന്ന ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. പിന്നെ ബാക്കി വരുന്ന ഇതേപോലെ തന്നെ കോർണറിൽ മാത്രം 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ ഇട്ട് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം കോർണറിൽ മാത്രം 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ബാക്കിയെല്ലാം ഈ കാണുന്നത് പോലെ ഗ്യാപ്പ് വരുന്ന ഇവിടെയെല്ലാം 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഞാനിത് 4 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇനി ഞാൻ 4 ലെയർ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എന്താ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സിംഗിൾ ക്രോഷ്യ വെച്ച് ഇവിടെ മാത്രം ഞാനൊരു ലെയർ കൂടി കൊടുക്കുന്നുണ്ട്. ഈ കളർ വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ വെച്ച് ഒരു ലെയർ ഇവിടെ മാത്രം കൊടുക്കുന്നത്. അപ്പോൾ അത് തുടങ്ങാം. നമുക്ക് കോർണറിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ നീഡിലിട്ടതിന് ശേഷം ഇതുപോലെ എടുത്ത് 2 യാണ് ഉണ്ടാവുമല്ലോ, അത് 2ലേക്ക് കൂടിയും നമ്മൾ ഇതുപോലെ പുറത്തെടുക്കുക. ഫസ്റ്റ് ഇടുമ്പോഴാണ് കാണിക്കുന്നത്. അതിനുശേഷം കോർണറിലെ ആ ഗ്യാപ്പിൽ തന്നെ ഒന്നുകൂടി ചെയ്യുക. ഓക്കെ, ഇതാ ഈ വരുന്ന 3 ഡബിൾ ക്രോഷ്യയുടെ എടുക്കും. ഓക്കെ, 1 2. അടുത്ത ഈ ഗ്യാപ്പിലും സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ ഇടക്ക് ഈ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ഇടക്ക് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഗ്യാപ്പിൽ 1.
കോർണറിൽ മാത്രം 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത കോർണർ എത്തിയിട്ട് കാണിക്കാം. അടുത്ത കോർണർ എത്തിയിട്ടുണ്ട്. ഈ കോർണറിൽ മാത്രം 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഇതുപോലെ. ഇനി ബാക്കിയെല്ലാം നേരത്തെ കാണിച്ചതുപോലെ എല്ലാത്തിൻ്റെ ഇടയിലും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിത് ചെയ്ത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഉണ്ടല്ലോ, ഈ സ്ഥലത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ അല്ലേ ചെയ്തത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഗ്രാനി സ്ക്വയർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്കിനി. ഞാൻ ഇതുപോലെ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ ചെയ്യില്ലേ, ഇവിടെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 3 പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ഭാഗത്ത് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഞാൻ കൈകൊണ്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്, മെഷീനിൽ വെക്കുന്നില്ല. മെഷീനിൽ ഇതിൻ്റെ സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. താഴെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ സൈഡിലത്തെ ഈ കളറുണ്ടല്ലോ അതിൻ്റെ മേലേക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രം ഇവിടെ വെച്ചിട്ട് മാത്രമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ ഇതുപോലെ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. ഞാനത് ഇതിലേക്ക് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുഷൻ കവർ ഒന്ന് മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം. നല്ല ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് താഴെയും അടുത്തത് ഇതിൻ്റെ മുകളിലും ഇവിടെ ചുറ്റും നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് മുഴുവനും സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. കുഷൻ കവർ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന വിധത്തിൽ ടക്ക് ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ വേണ്ടിക്കൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളെ കുഷൻ കവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ 2 കുഷൻ കവർ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടമാവുമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഈ കുഷൻ കവർ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.